വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജെസി ആണ് സംസാരിക്കുന്നത്. എല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാറിന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? ഒന്നുമില്ല മക്കളെ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 9ാം ക്ലാസ് ആണ് അല്ലേ? ഈ ഒരു പുതിയ വർഷത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയുന്നതാണ്, വലിയ മാറ്റങ്ങളുള്ള ഒരു സമയത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ഈ വർഷം നിങ്ങൾക്കറിയാം 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുള്ള ഒരു സമയത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ പഠനമൊക്കെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇപ്പൊ സോഷ്യൽ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്കൂളുകൾക്കകത്തും ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് വീതം എന്തിട്ടുണ്ടാവാം, തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെ? ചില സ്കൂളുകൾക്കൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ ചിലപ്പോൾ എന്തിട്ടുണ്ടാവാം, കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോഷ്യൽ സയൻസുമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല മക്കളെ, സോഷ്യൽ സയൻസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയുന്നതാണ്, ഹിസ്റ്ററിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് മൂവിങ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അല്ലെ? പ്രധാനപ്പെട്ട ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് അറിയോ, ഈ ചോദ്യങ്ങൾ അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി നിങ്ങൾ 8ാം ക്ലാസ്സിനകത്ത് 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് അല്ലേ? ആ ഏർലി ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. പക്ഷേ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 9th വരുന്ന സമയത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ റെഡി ആണല്ലോ? നിങ്ങൾ ഓക്കെ ആണല്ലോ? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം മക്കളെ. ഇതിനകത്ത് നിർബന്ധമായും എക്സാമുകൾക്കൊക്കെ ചോദിച്ചു കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അതായത് ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കി, തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗങ്ങളാണ് നിങ്ങൾക്ക് അത് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. എ എന്ന് പറഞ്ഞാൽ നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗമാണ് എ. ഓപ്ഷൻ ബി നിങ്ങൾ നോക്കിയാൽ മതി, ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്ര ശിലായുഗമാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗമാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗമാണ്. അപ്പൊ നിങ്ങളോട് പറയാണ്, ഇത് ഈ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ സ്റ്റോൺ ഏജുകളെ, പ്രധാനപ്പെട്ട ശിലായുഗങ്ങളെ ക്രമപ്പെടുത്താൻ അല്ലെങ്കിൽ കാലഗണനപ്പെടുത്താൻ എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. അപ്പൊ ഇത് ക്രോണോളജിക്കൽ ഓർഡർ ആക്കുകയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക? മക്കൾ ഒന്ന് അവിടെ എന്ത് ചെയ്യണം, ഇത് ഓരോന്നിന്റെയും ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന്റെയും ആൻസർ നിങ്ങൾക്ക് അറിയെങ്കിൽ ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അതൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ, നിങ്ങളുടെ കമന്റുകൾ. അപ്പൊ മക്കളെ, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് വരുന്നതാണ് ഇത് പാലിയോലിത്തിക് ഏജ് ആണ്. എല്ലാവർക്കും അറിയാം, പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗമാണ് ഇത് ഒന്നാമതായിട്ട് വരുന്നത്. സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, അതിൽ വരുന്നതാണ് ഇത് മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗമാണ് ഇത് സെക്കൻഡ് വൺ. മെസോലിത്തിക് അല്ലെങ്കിൽ മധ്യശിലായുഗമാണ് ഇത് സെക്കൻഡ് വൺ. തേർഡ് വൺ ആണ് മക്കളെ, ഏതാണ്? നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം. തേർഡ് വൺ ആണ് നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം. വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റവല്യൂഷൻ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഏജ് ആണ് നിയോലിത്തിക് ഏജ് എന്നൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനുശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ഇത് ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗം. അപ്പൊ മക്കളെ, നിർബന്ധമായും ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ തുടക്കത്തിൽ തന്നെ ആദ്യമായി പഠിച്ചു വെക്കേണ്ടത് ഈ സ്റ്റോൺ ഏജുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഈ ശിലായുഗത്തിനെ കുറിച്ചാണ്. ഇത് ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിർബന്ധമായി പഠിച്ചിരിക്കണം. കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇപ്പൊ ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പാലിയോലിത്തിക്കിന്റെ പി എടുക്കുക, മെസോലിത്തിക്കിന്റെ എം എടുക്കുക, നിയോലിത്തിക്കിന്റെ എൻ എടുക്കുക, ചാൽക്കോലിത്തിക്കിന്റെ സി എടുക്കുക. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് PMNC അല്ലേ? നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, PMNC. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിലേക്കൊക്കെ എന്ത് ചെയ്യാം, കോഡുകളിലൂടെയൊക്കെ എന്ത് ചെയ്യാം, അത് ഓർത്ത് വെക്കാം. ഇനി മലയാളം മീഡിയത്തിലുള്ള ആൾക്കാരാണെങ്കിലോ അവരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിലോ ഈ പ്രാ നിലയിലെ പ്രാ എടുക്കുന്നു അല്ലെ, ഈ പറഞ്ഞ മധ്യശിലായുഗത്തിലെ മാ എടുക്കുന്നു, നവീനത്തിലെ നാ എടുക്കുന്നു, താമ്രത്തിലെ താ എടുക്കുന്നു അല്ലെ, പ്രാമനത പ്രാമനത. അത്തരത്തിലേക്ക് എന്തെങ്കിലും കോഡുകളൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഓർത്ത് വെക്കട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം. അപ്പൊ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഫൈൻഡ് ഔട്ട് വാട്ട് വേർ ദ പ്രോഗ്രസ് മെയ്ഡ് ബൈ
പാലിയോലിത്തിക് പീപ്പിൾ. ചോദ്യം ശ്രദ്ധിക്കുക, പ്രാചീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച പുരോഗതികൾ എന്തെല്ലാം എന്ന് കണ്ടെത്തുക. അപ്പൊ നിങ്ങൾ കാണണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പാലിയോലിത്തിക് പീപ്പിളിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ടുള്ള പ്രാചീന ശിലായുഗത്തിനെ കുറിച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ആൻസറുകളാണ് എഴുതേണ്ടത്? പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ്, ആദ്യത്തെ സ്റ്റോൺ ഏജ് ആണ് ഇത് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് അല്ലേ? ആദ്യ ശിലായുഗമാണ് ഇത് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് അല്ലേ? ഈ പറയുന്ന ആ ശിലായുഗത്തിലെ ആദ്യത്തെ ഈ ഒരു ഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു മനുഷ്യൻ ചെയ്തത് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, അന്ന് മനുഷ്യൻ പ്രധാനമായിട്ടും വെപ്പൺസ് ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ പറയുന്നുണ്ട് മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് അല്ലേ? പ്രധാനമായിട്ട് അന്ന് നിങ്ങൾക്കറിയാം, അന്ന് വേട്ടയാടാൻ ശിലായുധങ്ങളാണ് അവരും ചെയ്യുന്നത് പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ അത് ആദ്യത്തെ ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ വേട്ടയാടാൻ എന്താണ് അവർ ഉപയോഗിച്ചിരുന്നത്, എങ്ങനെയാണ്? ശിലായുധങ്ങളാണ് കേട്ടോ. അപ്പൊ അന്നത്തെ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും സ്റ്റോൺസ് അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, they also used bones of animals, ivory, piece of woods, etc. as weapons. അന്നത്തെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ, അതായത് അവരന്ന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ, ഇതൊക്കെയായിരുന്നു അവരുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ. അവരുടെ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഈ പറഞ്ഞ ബോൺസ് ഓഫ് അനിമൽസ്, ഈ പറഞ്ഞ മൃഗങ്ങളുടെയൊക്കെ തന്നെ കൊമ്പുകള്, അതുപോലെ തന്നെ ഐവറി, ആനക്കൊമ്പുകള്, അതുപോലെ തന്നെ പീസ് ഓഫ് വുഡ് ആണ്, മരത്തടികള്, ഇതൊക്കെയായിരുന്നു അവരുടെ ആയുധങ്ങൾ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ വേട്ടയാടാൻ വേണ്ടി ഇത്തരത്തിലേക്കുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക്, പോയിന്റുകളിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് വേർ മെയ്ഡിലെ, അന്ന് കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുണ്ടാക്കിയിട്ടുണ്ട്, കുഞ്ഞു പ്രതിമകൾ. അത് എന്തുകൊണ്ടാണ്? സ്റ്റോൺ ആണ്, കല്ലുകൊണ്ടാണ് കേട്ടോ. അപ്പൊ പ്രത്യേകം ഓർത്ത് വെച്ചോളാം, പാലിയോലിത്തിക് മെയിൻ ആയിട്ടും കല്ലുകൾ കൊണ്ട് ഒരുപാട് എന്താ ചെയ്യുന്നുണ്ട്, അവർ ആയുധങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ടും പിക്ചേഴ്സ് വേർ ഡ്രോൺ ഓൺ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് അനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. അന്ന് പ്രധാനമായിട്ടും അവര് മൃഗങ്ങളുടെ എല്ലുകളും കൊമ്പുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാറകളിലും അതുപോലെ തന്നെ ഗുഹകളിലും ഒക്കെ തന്നെ ചെയ്തു അവർ ചിത്രങ്ങൾ വരച്ചു. അപ്പൊ അന്ന് അവർ ചിത്രങ്ങൾ വരച്ചത് ഈ ഗുഹകളിലും പാറകളിലും ഒക്കെ ആയിരുന്നു. അപ്പൊ അന്നത്തെ ആളുകൾ വീടുകളൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ വീടുകളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഗുഹകളിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. അപ്പൊ ഗുഹകളിലൊക്കെ അവരെന്ത് ചെയ്തിരുന്നു, ഇതേപോലെ തന്നെ എല്ലുകൾ, കൊമ്പുകൾ, ഇന്നത്തെ അതുപോലെ പെന്നും സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവർ എല്ലുകളും അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളുടെയൊക്കെ തന്നെ കൊമ്പുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഗുഹകളിലും പാറകളിലും ഒക്കെ തന്നെ അവരെന്ത് ചെയ്തിരുന്നത്, ചിത്രങ്ങൾ വരച്ചത് എന്ന് ഓർത്ത് വെക്കണം. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചോളാം. ഇനി ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്ക്, ഹ്യൂമൻ ഫിഗേഴ്സ് വേർ മോൾഡ് ഫ്രം ക്ലേ. അന്ന് നിങ്ങൾക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അന്ന് അവർ കളിമണ്ണ് കൊണ്ട്, ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് മനുഷ്യരുടെയൊക്കെ രൂപങ്ങൾ എന്ത് ചെയ്തിരുന്നു, അവർ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇത്തരത്തിലേക്കുള്ള പോയിന്റുകൾ മക്കളെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തോളണം, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇനി അത് കൂടാതെ നിങ്ങൾ നോക്ക്, അവർ പ്രധാനമായിട്ടും ഓർണമെന്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വേർ മെയ്ഡ്. അന്ന് ആ കാലഘട്ടത്തിൽ ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് അവർ ആഭരണങ്ങൾ എന്ത് ചെയ്തിരുന്നു, അവർ നിർമ്മിച്ചിരുന്നു, അവർ ആഭരണങ്ങൾ നിർമ്മിച്ചു. ഇനി അത് മാത്രമല്ല, വെസൽസ് വേർ വോൺ ഔട്ട് ഓഫ് ബാങ്ക് ഫൈബർ. പ്രധാനമായിട്ടും മരനാരുകൾ കൊണ്ട് പാത്രങ്ങൾ ഇതുണ്ടാക്കി അല്ലെ അവർ ചെയ്തിരുന്നു. ഇനി ലാസ്റ്റ് വൺ നോക്ക്, ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ് വേർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. പ്രധാനമായിട്ടും എല്ലുകൾ കൊണ്ട് സുഷിരവാദ്യങ്ങൾ എന്ത് ചെയ്തിരുന്നു, അവർ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇത്തരത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പോയിന്റുകളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് പോകുന്നത്, അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമായിട്ട് നിങ്ങളൊരു 3 to 4 മാർക്ക്, 3 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കുന്ന ചോദ്യമാണ്. നിർബന്ധമായിട്ട് മിനിമം ഒരു 4 പോയിന്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഒരു 4 പോയിന്റ്, മിനിമം ഒരു 4 പോയിന്റ്സ് എങ്കിലും എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിനുശേഷം നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ്. ആ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചോളൂ, ചോദ്യം വളരെ സിമ്പിൾ ആണ്. നോക്ക്, ഹൗ ആർ ദ ടൂൾസ് ഓഫ് മെസോലിത്തിക് ഏജ് ഡിഫറെന്റ് ഫ്രം ദ ടൂൾസ് ഓഫ് പാലിയോലിത്തിക് ഏജ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, മധ്യശിലായുഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട മെസോലിത്തിക് ഏജ്, മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങൾ പ്രാചീന ശിലായുഗത്തിൽ നിന്ന് ഉപകരണങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും
പ്രധാനമായിട്ടും ഈ പറയുന്ന മെസോലിത്തിക് ഏജ് എത്തുന്ന സമയത്ത് നമ്മൾ ഈ പാലിയോലിത്തിക് ഏജിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ആ ടൂൾസ് അല്ലെങ്കിൽ ഉപകരണത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്? പാലിയോലിത്തിക് കഴിഞ്ഞ് മെസോലിത്തിക് എത്തിയപ്പോഴേക്കും ടൂൾസ് അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത് എന്നാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ സിമ്പിൾ ആണ്, ഏറ്റവും സിമ്പിൾ ആണ്. ഇതൊരു കുറഞ്ഞ മാർക്കിനൊക്കെയാണ് എന്ത് ചെയ്യുക എക്സാമിന് ചോദിക്കുക. അങ്ങനെ ഒരു ചോദ്യം വരാം. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം they are small stone tools with sharp points. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതാണ് മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗമൊക്കെ എത്തുന്ന സമയത്ത് സൂക്ഷ്മവും അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമുക്കറിയാം സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് അല്ലേ? എങ്ങനെയുള്ളതാണ്? they are small stone tools with sharp points ആണ്. സൂക്ഷ്മവും അതേപോലെ തന്നെ മുനയുള്ളതുമായിട്ടുള്ള ശിലായുധങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവർ ഉപയോഗിച്ചിരുന്നത്. മുൻപ് എന്തായിരുന്നു? വളരെ റഫ് ആയിട്ടുള്ളതാണെങ്കിൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് എന്തായിരുന്നു? അത് വളരെ ഷാർപ്പ് ആയിട്ടുള്ള പോയിന്റുകളാണ് അല്ലേ? പ്രധാനപ്പെട്ട സ്റ്റോൺ ടൂൾസ് തന്നെയാണ്. അത് പക്ഷേ എന്താണ്? വളരെ ഷാർപ്പ് ആയിട്ടുള്ള വളരെ സൂക്ഷ്മവും അതുപോലെ തന്നെ മുനയുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടമാണ് നമ്മൾ മധ്യശിലായുഗം എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അതും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കുറഞ്ഞ മാർക്കിന് എക്സാമിന് എന്ത് ചെയ്യാം ചോദിക്കാം. ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കളെ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു 3 to 4 മാർക്ക് ഓർത്ത് വെച്ചോളി. ഒരു 3 മുതൽ 4 മാർക്കിന് വരെ എന്ത് ചെയ്യാം ഇത് ചോദിക്കാം. 3 to 4 മാർക്കിന് വരെ നിർബന്ധമായി ചോദിക്കും. ഇതിനകത്ത് മിനിമം നിങ്ങൾ ഒരു 3 പോയിന്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചിരിക്കണം. ഈസിയാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്: What are the factors that led human to begin agriculture and domestication of animals in Neolithic age? പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ഈ പറയുന്ന നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നവീന ശിലായുഗത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ നിയോലിത്തിക് ഏജിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നവീന ശിലായുഗത്തിൽ മനുഷ്യൻ കൃഷി തുടങ്ങുന്നുണ്ട് അല്ലെ? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൃഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇളക്കി വളർത്തുന്നുണ്ട്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യനെ പ്രധാനമായിട്ട് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ മിനിമം ഇതുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിന്റിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം മക്കളെ. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്കി, പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതിനകത്ത് മിനിമം 3 നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം മക്കളെ നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ജനസംഖ്യ വർധനവാണ്. അതായത് ആളുകളുടെ എണ്ണം കൂടുകയാണ്. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യണം? കൃഷി ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അവർ എത്തുകയാണ് അല്ലേ? അതുപോലെ തന്നെ സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ്. ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ മനുഷ്യാധിവാസങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ എണ്ണമൊക്കെ കൂടുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സെറ്റിൽമെന്റ്സ് കൂടുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവർ ഇതുപോലെ തന്നെ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ഈ പറയുന്ന മൃഗങ്ങളെ ഇണക്കി വളർത്താൻ എന്ത് ചെയ്യും? അവർ ശ്രമിക്കും. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, മൂന്നാമത്തത് കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. സങ്കീർണമായ സാമൂഹിക സംഘാടനം എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? രൂപപ്പെടുന്നുണ്ട്. അതും ഇതിന്റെ ഒരു കാരണം തന്നെയാണ്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ഈ പറയുന്ന നെക്സ്റ്റ് ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്. അന്ന് ഇതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ തന്നെ കിട്ടാത്തൊരവസ്ഥ എന്ത് ചെയ്തിരുന്നു? ഉണ്ടായിരുന്നു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യാണ്? അവർ കൃഷി എന്ത് ചെയ്യുന്നുണ്ട്? അവർ തുടങ്ങുന്നുണ്ട്. ഈ പറയുന്ന ഫുഡ് ഷോർട്ടേജ് ഒഴിവാക്കാൻ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷി ചെയ്ത് പ്രധാനപ്പെട്ടതൊക്കെ സംഭരിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്? വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഫുഡ് ഷോർട്ടേജ് എന്ത് ചെയ്യുന്നത്? അവർ മറികടന്നത് അല്ലേ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ നോക്ക്, ചേഞ്ച് ഇൻ ടെക്നോളജിയാണ്. ആ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ എന്ത് ചെയ്തു? വലിയ തരത്തിലേക്കുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതും എന്ത് ചെയ്യാനാണ്? ഒരു കാരണമാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിങ്ങളോട് ഈ പറയുന്ന ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഈ ഉത്തരമായിട്ട് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ചോദ്യം ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു വെച്ചോളാം. ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഫാക്ടേഴ്സ് that led to the beginnings of agriculture and domestication of animals in Neolithic age? നവീന ശിലായുഗത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ത് എന്നാണ് ചോദിക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ പ്രധാനപ്പെട്ട ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞല്ലോ മിനിമം ഒരു 3 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചോളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് എന്ത് ചെയ്തോളൂ? പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പം എല്ലാ ആൾക്കാരും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കൃത്യമായി നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള, അതായത് ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടില്ല, ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാവും ചാൻസ് ഉള്ള
ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻസും പറഞ്ഞു, അതിന്റെ ആൻസേഴ്സും പറഞ്ഞു. ഇത് നിർബന്ധമായി മക്കളെ നിങ്ങൾ ഇത് പഠിച്ചു നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾ സെറ്റായി അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങൾ ക്ലാസ് റൂമിനകത്ത് നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഈ ഭാഗങ്ങളൊക്കെ ടീച്ചേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഓരോന്നും മണി പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ ക്ലാസ്സിനകത്ത് തന്നെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സോ താങ്ക് യു എവരിവൺ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയാണ്? ജെസി സാറെയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജെസിയാണ്. ഇനി കാണാൻ പോകുന്നത് ജെസിയാണ്. സോ thank you everyone. Thank you so much for your participation and cooperation. Bye.